യാതൊരുവിധ റിസർവേഷനും കിട്ടാത്ത ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചോളം അവർക്കൊരു ആശങ്കയുമുണ്ട്. കാരണം മറ്റ് റിസർവേഷൻ ധാരാളമുള്ളപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ സീറ്റ് കിട്ടാതെ പോകുമെന്നൊക്കെയുള്ള പേടിയുമുണ്ട്. നീറ്റ് എന്ന് പറയുന്നത് മെയ് 5 നടക്കുന്ന ഒരു പ്രവേശന പരീക്ഷ മാത്രമാണ്. കേരളത്തിൽ മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളയ്ക്കും കൂടെ അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നീറ്റിനോടൊപ്പം തന്നെ ഒരു കാരണവശാലും നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ സമയം കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറിയിലോട്ട് ചേഞ്ച് ചെയ്യാനാവില്ല. മെഡിക്കലിന് 349 ഗവൺമെൻറ് മെഡിക്കൽ കോളേജും മൊത്തത്തിൽ 706 മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ ഈ 706 മെഡിക്കൽ കോളേജിലും 706 നിയമങ്ങളും 706 റിസർവേഷനുകളും ഒക്കെ ഉണ്ട്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 77ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ ശിവൻ സാർ, നമ്മൾ ഇന്നലെ ഒരു പുതിയ പ്രോഗ്രാം നമ്മുടെ പ്രേക്ഷകർ തന്നെ ആവശ്യപ്പെട്ടൊരു പ്രോഗ്രാമാണ്. അവരുടെ കമൻറ്റുകൾക്കുള്ള കൃത്യമായ മറുപടി. തീർച്ചയായും, കാരണം അത് ശരിയാണ്. കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനപ്പുറത്ത് അവരെയും കൂടെ കേൾക്കുക, അതിന് നമുക്ക് മറുപടി പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചുള്ളത് അത് വളരെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം അവരുടെ കുട്ടികളെ ഈ 2024-25 അധ്യയന വർഷത്തിൽ ഏറ്റവും ഉചിതമായ സ്ഥലത്ത്, അത് റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ സ്ഥലത്ത് എത്തിക്കേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് ഇനി വരുന്ന സമയങ്ങളിൽ 4-5 മാസങ്ങളിൽ രക്ഷകർത്താക്കളുടെ സൈഡിൽ നിന്നും ചെയ്യേണ്ടതായിട്ടുള്ളത്. അതെ. അപ്പോൾ ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരം എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ വരുന്ന ആഴ്ചകളിൽ വ്യാഴാഴ്ചയായിരിക്കും നമ്മുടെ എപ്പിസോഡ്. എല്ലാ ദിവസവും വ്യാഴാഴ്ച തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തിലും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ ശിവൻ സാർ, തീർച്ചയായിട്ടും നമ്മൾ ഇന്നൊരു ആദ്യ ചോദ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിലുള്ളൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് അപേക്ഷിക്കുമ്പോൾ, ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം? തീർച്ചയായിട്ടും, കാരണം നമുക്കിപ്പം എപ്പോഴും ഈ ധാരാളം റിസർവേഷനെ കുറിച്ചും ഭരണഘടന അത് അനുശാസിക്കുന്ന റിസർവേഷനുകളെ കുറിച്ചൊക്കെ പറയുമ്പം ജനറൽ വിഭാഗത്തിലുള്ളൊരു കുട്ടികളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ കാറ്റഗറി ചിലപ്പോൾ OBC ആയിരിക്കാം, പക്ഷേ നോൺ ക്രിമിനൽ കിട്ടാത്തതുകൊണ്ടും അവരും ജനറലായിട്ട് തന്നെയാണല്ലോ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം യാതൊരുവിധ റിസർവേഷനും കിട്ടാത്ത ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചോളം അവർക്കൊരു ആശങ്കയുമുണ്ട്. കാരണം മറ്റ് റിസർവേഷൻ ധാരാളമുള്ളപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ സീറ്റ് കിട്ടാതെ പോകുമെന്നൊക്കെയുള്ള പേടിയുമുണ്ട്. അപ്പം അൺറിസർവ്ഡ് കാറ്റഗറി എന്നാണ് അതിനെ പറയുന്നത് തന്നെ. കാരണം യാതൊരുവിധ റിസർവേഷനും കിട്ടാത്ത ഗ്രൂപ്പും OBCയോ അല്ലെങ്കിൽ മറ്റുള്ള റിസർവേഷൻ ഉണ്ടായിട്ടും ആ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ജനറലായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നവർ, ഇവരെല്ലാം കൂടെ അൺറിസർവ്ഡ് കാറ്റഗറി എന്ന ഇതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരാണ് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അൺറിസർവ്ഡ് എന്ന് തന്നെയാണ് ആ കാറ്റഗറി പറയുന്നത്. അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവർ യഥാർത്ഥത്തിൽ നമുക്കറിയാം എല്ലാ കോളേജുകളിലും, ഏത് കോളേജുകളാണെങ്കിലും, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് ഒക്കെ ആണെങ്കിലും, ഓരോ വ്യക്തിയുടെയും ആദ്യം പരിഗണിക്കുന്നത് അയാൾക്ക് അൺറിസർവ്ഡ് ആയിട്ട് ഒരു സീറ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. അപ്പം 50% സീറ്റുകൾ ഏത് കോളേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 50% സീറ്റുകൾ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് തന്നെ ആയിരിക്കും. അതിനകത്ത് റിസർവേഷൻ ഉള്ളവരുണ്ടായേക്കാം, പക്ഷേ അവർക്ക് ജനറൽ കിട്ടാനുള്ള റാങ്ക് ഉള്ളത് കൊണ്ടാണ് അവർക്കത് കിട്ടുകയും ചെയ്യുന്നത്. അപേക്ഷിക്കുന്ന സമയത്ത് നമുക്കിപ്പം യാതൊരുവിധ റിസർവേഷൻ കിട്ടാത്ത, അല്ലെങ്കിൽ റിസർവേഷൻ ആ കാസ്റ്റ് ആയിട്ടും ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ജനറലായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നവരെല്ലാം ഇപ്പം നമുക്ക് നീറ്റ് ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ജെനുവിനായിട്ടുള്ള, അതായത് ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചർ, 10 ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷന്, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. എന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് എടുത്താൽ മതിയാകും. അപ്പം നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എനിക്ക് വേണ്ടത് ഗവൺമെൻറ് MBBS ആണ്, അല്ലെങ്കിൽ വെറ്റിനറി ആണ് വേണ്ടത്, അങ്ങനെ ഞങ്ങൾ കോഴ്സ് പ്രിഫർ ചെയ്യേണ്ടതുണ്ടോ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ കോഴ്സിന് അഗെയിൻസ്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് ധാരാളം പേര് സംശയം ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. നീറ്റ് എന്ന് പറയുന്നത് മെയ് 5 നടക്കുന്ന ഒരു പ്രവേശന പരീക്ഷ മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് ആ പരീക്ഷ എഴുതാനുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഉടൻ തന്നെ വരുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് MBBS എന്നോ BDS എന്നോ അഗ്രികൾച്ചർ എന്നോ വെറ്റിനറി എന്നോ ഒന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല. നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ അയക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അയാളുടെ ഡീറ്റെയിൽസ്, ആ ആപ്ലിക്കൻറ്റിൻ്റെ കുട്ടിയുടെ ഡീറ്റെയിൽസും അയാളുടെ എഡ്യൂക്കേഷനായിട്ടുള്ള ഡീറ്റെയിൽസും, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഇമേജസും, ആ വ്യക്തിയുടെ ഇമേജസും, ഓൺലൈൻ പേയ്മെൻറ്റും മാത്രം ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ എടുക്കുക, ഹോൾ ടിക്കറ്റുമായിട്ട് പോയി പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതി നമുക്ക് ആ റാങ്ക് വന്നു കഴിയുമ്പോൾ ആണ് ബാക്കി
എന്തൊക്കെയാണ് നമ്മളുടെ വേണ്ടതെന്നുള്ളതനുസരിച്ച് നമുക്ക് റാങ്കിൻ്റെയും മാർക്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിവിധ വെബ്സൈറ്റുകൾ വഴിയോ അല്ലെങ്കിൽ ഇനി സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആണെങ്കിൽ അത് രീതിയിലോ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കോഴ്സുകളിലോട്ട് എത്തേണ്ടത്. അപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ യാതൊരു വിധത്തിലുള്ള കോഴ്സുകളെക്കുറിച്ച് മറ്റൊന്നും പറയേണ്ടതായിട്ടില്ല. ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, അവിടെ ഒരു തെറ്റ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെങ്കിലും അവരെ ആദ്യം ജനറലായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് സാധാരണ സംശയം തോന്നും, ഇപ്പോൾ നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്തു അതോടൊപ്പം തന്നെ കേരളയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് തോന്നും. തീർച്ചയായിട്ടും, കാരണം കേരളത്തിലെ ഉള്ള കുട്ടികളെ, കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ഇവിടെ എഞ്ചിനീയറിങ്ങും ബിഫാമും ആർക്കിടെക്ചറും എല്ലാം ഒരൊറ്റ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രം സാധാരണ മെഡിക്കലിന് നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ ക്ഷണിക്കും. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പോൾ തമിഴ്നാട്ടിലൊരു കുട്ടിക്ക് പ്രൈവറ്റ് മേഖലയിൽ അഡ്മിഷൻ എടുക്കണം, കർണാടകത്തിലൊക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതെല്ലാം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു. അപ്പം സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് വന്നു കഴിഞ്ഞാലും അവിടെയെല്ലാം നമുക്ക് സീറ്റ് എടുക്കണമെങ്കിൽ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. കേരളത്തിൽ മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീറ്റിന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരും റിസർവേഷൻ ഉള്ളവരും റിസർവേഷൻ ഇല്ലാത്തവരും സ്പെഷ്യൽ റിസർവേഷൻ, സ്പോർട്സ്, എക്സ് സർവീസ്, NR ആയിക്കോട്ടെ, മൈനോറിറ്റി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും കേരളയ്ക്കും കൂടെ അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട് നീറ്റിനോടൊപ്പം തന്നെ. അതെന്തുകൊണ്ടാണ്? എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ ബിഫാം, ആർക്കിടെക്ചർ 4 കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ ഒരുമിച്ച് കേരള എൻട്രൻസ് കമ്മീഷൻ വിളിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് അപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. ഒരു കുട്ടിക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ അഡ്മിഷൻ എടുക്കാം, എന്നിട്ട് മെഡിക്കൽ കിട്ടുമ്പോൾ ഇങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ ബിഫാമിനും ഒക്കെ ഒരുമിച്ച് വേണമെങ്കിൽ ഒരൊറ്റ ആപ്ലിക്കേഷനൂടെ ചെയ്യാം. അതുകൊണ്ട് മാർച്ചിൽ തന്നെ കേരളയുടെ ആപ്ലിക്കേഷൻ വരുമ്പോൾ അതും കൂടെ നമുക്ക് എല്ലാവരും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനും നമുക്ക് ഇവിടെ കേരളത്തിൽ ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ്, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ കൂടുതലായിട്ട് വേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം അതാത് റിസർവേഷൻ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. അൺറിസർവ്ഡ് കാറ്റഗറികളുള്ളവർ, യാതൊരുവിധ റിസർവേഷനും കിട്ടാത്തവർ അതിൽ കൂടുതലായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും ഇപ്പോൾ തയ്യാറാക്കി വെക്കേണ്ടതായിട്ടില്ല. സാർ അതുപോലെ തന്നെ സാർ ഇപ്പം മെൻഷൻ ചെയ്തത് ജനറൽ വിഭാഗത്തിലുള്ള ആളുകളാണ്. അപ്പോൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾ ഈ ഒരു അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? ഇപ്പം നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ കാറ്റഗറി സ്പെസിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് അതിന് കിട്ടാനുള്ള അർഹതയുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പം നമ്മൾ മേടിക്കണമെന്നില്ല. ഇനി മേടിച്ചെന്നോർത്ത കുഴപ്പമുണ്ടോ? യാതൊരു കുഴപ്പമില്ല. കാരണം 1 വർഷം സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നോൺ ക്രിമിനൽ ആവട്ടെ, SC സർട്ടിഫിക്കറ്റ് ആവട്ടെ, ST സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഒക്കെ നമുക്കിപ്പോഴേ മേടിച്ച് വെക്കാം. PWD സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്കിപ്പോഴേ മേടിച്ച് വെക്കാം. മേടിച്ചു നോക്കിയാൽ യാതൊരു കുഴപ്പവുമില്ല. മേടിച്ചില്ലെങ്കിലും അതിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞു വെക്കണം. ഇപ്പോൾ PWD വിഭാഗമാണെങ്കിൽ ഡിസബിലിറ്റി 40% മുകളിലുണ്ടോ എന്ന് അറിഞ്ഞു വെക്കണം. നോൺ ക്രിമിനൽ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞു വെക്കണം. SC ആണോ ST ആണോ, എനിക്ക് ആ തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞു വെക്കണം. എന്നിട്ട് വേണം നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ അതാത് സർട്ടിഫിക്കറ്റുകൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഏത് സർട്ടിഫിക്കറ്റാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റിസർവേഷൻ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് ഓട്ടോമാറ്റിക് വരിക കേരളയെ സംബന്ധിച്ചുള്ളൂ. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ വെരിഫൈ ചെയ്യും. അതുകൊണ്ട് അത് മാർച്ച് മാസത്തിൽ തന്നെ എല്ലാവരും എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ്, ഹിന്ദു, വിശ്വകർമ്മ എല്ലാവരും നോൺ ക്രിമിനൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് എടുക്കേണ്ടി വരും. OEC വിഭാഗമാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. നേറ്റിവിറ്റി എടുക്കേണ്ടതായിട്ട് വരും. സ്പോർട്സിൻ്റെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കണം. എക്സ് സർവീസ്മെൻകാർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ആർമിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. NRI സീറ്റ് വേണം. ഇപ്പം നമുക്ക് അറിയാം, കേരളത്തിലെ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI സീറ്റ് ഉണ്ട്. 21 ലക്ഷം പെർ ഇയർ ആണ്. നമുക്കൊരു 500 മാർക്കെങ്കിലും കിട്ടി മെറിറ്റിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 7 ലക്ഷത്തിന് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ 21 ലക്ഷം കൊടുത്താണെങ്കിലും നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു NRI സീറ്റ് വേണമെങ്കിൽ നമ്മൾ കീമിന് അപ്ലൈ ചെയ്യുന്ന മാർച്ച് മാസത്തിൽ തന്നെ NRI കൊടുക്കണം. NRI കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടാനുള്ള ഗവൺമെൻറ് സീറ്റോ കിട്ടാനുള്ള 7.5 ലക്ഷത്തിൻ്റെ സീറ്റോ ഒന്നും നഷ്ടപ്പെടുകയില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ NRI ഓപ്ഷൻ കൊടുത്താൽ മതി. NRIയുടെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ പക്ഷേ നമുക്ക് എങ്ങാനും മാർക്ക് കുറഞ്ഞു പോയാലും ഇങ്ങനെയൊരു സീറ്റിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ NRI വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം മൈനോറിറ്റി ക്രിസ്ത്യനാണ് സംഭവം, നല്ല മാർക്കുള്ള കുട്ടിയാണ്, ഇപ്പോൾ മൈനോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? എങ്ങാനും മാർക്ക് കുറഞ്ഞു പോയാലും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കോളേജിൽ ഒത്തിരി താല്പര്യമുള്ളൊരു കോളേജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി ഇപ്പോൾ വെച്ചു എന്നോർത്ത് യാതൊരു കുഴപ്പവുമില്ല. മുസ്ലിം സമുദായത്തിന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മൈനോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ നോൺ ക്രിമിലെയർ കൊടുക്കുന്ന എല്ലാ മുസ്ലിംസും മൈനോറിറ്റിയാണ്, പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് വേണ്ട. നോൺ ക്രിമിലെയർ അല്ലാത്ത മുസ്ലിംസ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം മൈനോറിറ്റി കിട്ടാൻ വേണ്ടി. അപ്പോൾ കീമിനെ സംബന്ധിച്ചിടത്തോളം അതാത് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും മാർച്ച് ഏപ്രിൽ മാസത്തിൽ അപ്ലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. സർ, ഇപ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചൊരു സമയത്തൊരു വിദ്യാർത്ഥി അപ്ലൈ ചെയ്തത് ജനറൽ എന്ന് പറയുന്നൊരു കാറ്റഗറിയിലാണ്. അതിനുശേഷം റിസർവേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ ജനറൽ വെച്ച് തന്നെ അപ്ലൈ ചെയ്തു. പിന്നീട് ആ വിദ്യാർത്ഥിക്ക് നോൺ ക്രിമിലെയർ എന്ന് പറഞ്ഞ് അതിന് കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ നീറ്റിനാണ് നമ്മൾ ഉപദേശിച്ചത്. കാരണം കീമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കീമിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ആ ചോദ്യം അവിടെ പ്രസക്തമല്ല. കീമിന് നിർബന്ധമായിട്ട് ഉള്ളവർ അപ്പോൾ അപ്ലോഡ് ചെയ്യണം. പിന്നീട് ഒരു കാരണവശാലും കേരളയ്ക്ക് നമുക്ക് അങ്ങനെ കാറ്റഗറി ചേഞ്ച് ചെയ്യാനാവില്ല. സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് ഇതിൽ ആ പ്രത്യേക റിസർവേഷനിലോട്ട് കിട്ടുകയുള്ളൂ. നീറ്റിനെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യം അൺറിസർവ്ഡ് അല്ലെ ജനറൽ ഒന്ന് അപ്ലൈ ചെയ്തു. നീറ്റ് എക്സാം എല്ലാം കഴിയുമ്പോൾ നമുക്ക് അല്പം മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്കും തഹസീൽദാർ നോൺ ക്രിമിലെയർ തരൂര് ധാരാളം പേര്, ഒരു 10-20% പേര് ചോദിക്കുന്ന ചോദ്യമാണിത്. നീറ്റ് എക്സാം കഴിയുമ്പം അവർ പോയി തഹസീൽദാരോട് ചോദിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറയും. പക്ഷേ നീറ്റിന് നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴോ ജനറൽ എന്നാണ് വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നീറ്റിന്റെ ആപ്ലിക്കേഷൻ സമയം കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറിയിലോട്ട് ചേഞ്ച് ചെയ്യാനാവില്ല. ഇപ്പം നമ്മൾ കാറ്റഗറി വെച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ OBC വെച്ചു, OBC നോൺ ക്രിമിലെയർ എന്ന് വെച്ചു. അലോട്ട്മെന്റ് സമയത്ത് വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ജനറലിലോട്ട് മാറ്റാം. അതായത് നമുക്ക് ഏപ്രിൽ അല്ലെങ്കിൽ ജൂലൈ സമയമായപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് നോൺ ക്രിമിലെയർ കിട്ടൂല, തരികയില്ലെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ആ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ജനറലിലോട്ട് മാറാം. പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് കാറ്റഗറിയിലോട്ട് മാറാൻ അവസരമില്ല. PWD കൊടുക്കാനോ SC കൊടുക്കാനോ ST കൊടുക്കാനോ OBC നോൺ ക്രിമിലെയർ കൊടുക്കാനോ ഒരു കാരണവശാലും നീറ്റിന് പറ്റുകയില്ല. കേരളത്തിനെ സംബന്ധിച്ചോളം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അത് വെരിഫൈ ചെയ്തിട്ട് അതിന് അർഹത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ആ റിസർവേഷനിൽ പരിഗണിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവിടെയും നമുക്ക് പിന്നീട് കൊടുക്കാനുള്ളൊരു അവസരം ഉണ്ടാവുകയില്ല. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കാറ്റഗറി പറഞ്ഞിരിക്കണം. അതുപോലെ കീമിന് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. സർ, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന കാര്യത്തിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ കോളേജുകളിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാർക്ക് ഒരു 400 മാർക്കേ ഉള്ളൂ. തമിഴ്നാടിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റ് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണമായിരുന്നു. സെൻറ്റ് ജോൺസ് പോലെയുള്ളിടത്ത് വേണമെങ്കിൽ കർണാടകത്തിൽ സെപ്പറേറ്റ് ചെയ്യണമായിരുന്നു. ലുധിയാന വേണമെങ്കിൽ പഞ്ചാബിൽ ചെയ്യണമായിരുന്നു. ആർമി മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ ഇന്ദ്രപ്രസാദ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണം. CMC വെല്ലൂർ വേണമെന്നുണ്ടെങ്കിൽ TN മെഡിക്കൽ ചെയ്യണം. ഇങ്ങനെ പല ആപ്ലിക്കേഷൻസ് ആയിരുന്നു നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഒരു കുട്ടി ചെയ്യേണ്ടത്. അതാണ് മെഡിക്കൽ കൗൺസിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് എന്ന രീതിയിൽ ഒറ്റ വെബ്സൈറ്റ് വഴി ഈ ഓപ്ഷൻ എല്ലാം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പരിശോധിക്കുന്നത്. ഇതുവരെയും നമുക്കറിയാം അതിനെക്കുറിച്ചുള്ള യാതൊരു രൂപരേഖയും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. കൗൺസിലിംഗ് സെൻട്രലൈസ്ഡ് ആക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മുമ്പിലുള്ള ഏക തെളിവ് എന്ന് പറയുന്നത് JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് ഇങ്ങനെയുള്ള ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് അലോക്കേഷൻ, ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ വെച്ച് NITകളും IIITകളും IITകളിലും അഡ്മിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ഒറ്റ റിസർവേഷനേ ഉള്ളൂ. ജനറൽ, OBC, SC, ST, PWD എല്ലാ സീറ്റുകൾക്കും ഈ റിസർവേഷൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെ നിയമം അനുസരിച്ച് മറ്റൊന്നുമില്ല. മെഡിക്കലിന് അങ്ങനെയല്ല. മെഡിക്കലിന് 349 ഗവൺമെൻറ് മെഡിക്കൽ കോളേജും മൊത്തത്തിൽ 706 മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ ഈ 706 മെഡിക്കൽ കോളേജിലും 706 നിയമങ്ങളും 706 റിസർവേഷനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇതുവരെയും നമുക്ക് വ്യക്തമായിട്ടില്ല. നമ്മളെ ഉള്ള അറിവ് സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെയാണോ ചെയ്തത്, നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ അപ്ലൈ ചെയ്തത്, എവിടെയൊക്കെയാണോ നമുക്ക് റിസർവേഷൻ ഉള്ളത്, അതിനനുസരിച്ച് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓപ്ഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഏകജാലകത്തിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം CMC വെല്ലൂർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ TN മെഡിക്കലിൽ ചെയ്യുകയും ബൈബിൾ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് എഴുതുകയും ഒക്കെ ചെയ്യണം. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജാണ് കർണാടകത്തിൽ അപ്ലൈ ചെയ്യുകയും അവിടുത്തെ രീതി അനുസരിച്ചുള്ള ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ കരുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു സീറ്റിന് പോലും നമുക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമില്ല. പക്ഷേ ആപ്ലിക്കേഷൻ അതിന് നമ്മുടെ റാങ്കിനും ഒക്കെ ഉള്ള അർഹതയ്ക്കനുസരിച്ചുള്ള ആപ്ലിക്കേഷനുകളെല്ലാം ഈ വർഷം കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതിനനുസരിച്ച് നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പം ഒരു സിംഗിൾ വിൻഡോയിലൂടെ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയും ഡീംഡും അതാത് സ്റ്റേറ്റിലെയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്
നമുക്ക് അർഹതയില്ലാത്ത തമിഴ്നാട്ടിലെ ഒരു സീറ്റോ കർണാടകത്തിലെ ഒരു സീറ്റോ ഒരിക്കലും ലഭിക്കുകയുമില്ല. സാർ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു പരിധിവരെ രക്ഷിതാക്കളുടെ സംശയങ്ങൾക്കുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറയുന്ന സമയം ആപ്ലിക്കേഷൻ്റെ സമയമാണ്. രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, കുട്ടികൾ പഠിക്കേണ്ട സമയം തന്നെയാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇനിയുള്ള 4 മാസം, അതായത് മെയ് 5-ാം തീയതി വരെയുള്ള അത്രയും കാലം വരെ ഞങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം? തീർച്ചയായിട്ടും. കാരണം നീറ്റ് പോലുള്ളൊരു എക്സാമിന്, അതായത് നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ അല്ലെങ്കിൽ 11 വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഒരു ആവറേജിൽ എപ്പോഴും താഴെയായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ടാണ് എപ്പോഴും നീറ്റ് എക്സാം നടന്നത്. അപ്പം ബാക്കി JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, ഐസർ ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഭയങ്കരമായിട്ട് സബ്ജക്റ്റ് കൂടുതൽ പഠിക്കേണ്ട സമയമുണ്ട്. ഒരിക്കൽ പോലും നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് വിട്ട് നമുക്ക് നിൽക്കാനാവില്ല. എത്രത്തോളം സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുമോ പരീക്ഷയുടെ തലേ ദിവസം വരെ നമ്മൾ സബ്ജക്റ്റ് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ദിവസം മെയ് 5-ാം തീയതി ഏറ്റവും ആരോഗ്യകരമായി, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും പ്ലസൻ്റ് ആയിട്ട് പരീക്ഷ എഴുതുന്നതിലും ധാരാളം കാര്യമുണ്ട്, ഒത്തിരി പ്രാധാന്യമുണ്ട്. അപ്പം പഠിക്കുന്നതോടൊപ്പം തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തോടെ ആ ഒരു എക്സാം സെൻറ്ററിൽ ഏറ്റവും നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പരീക്ഷ എഴുതാനുള്ളതും കൂടെ നാം ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ട ഒരു അത്യാവശ്യമുണ്ട്. കാരണം 22 ലക്ഷം അല്ലെ 21 ലക്ഷം പേരിൽ നിന്നാണ് നമുക്ക് 25,000-ത്തിലോട്ട് വരേണ്ടത്. അതുകൊണ്ട് ഇനി മുതലെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്ത് തുടങ്ങണം. നമുക്ക് കിട്ടാനുള്ള മാർക്കിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? പല രീതികളുണ്ടായിരിക്കാം, പല കുട്ടികളും പല രീതികളായിരിക്കാം പരീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ടാർഗറ്റിനെ, ഇപ്പോൾ 720 ആണ് 720, അല്ലെ 700, അല്ലെ 650, അല്ലെ 600, അല്ലെ 500, അല്ലെ 300, എത്രയാണെങ്കിലും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു 4 മാസക്കാലമാണ് ഇനി അവരുടെ മുമ്പിലുള്ളത്. അത് പഠിക്കുക എന്നുള്ളതിന് അപ്പുറത്ത് ധാരാളം ചെയ്യേണ്ട, എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണ്? എത്രത്തോളം പരീക്ഷ എഴുതാൻ പറ്റുമോ, ഓഫ്ലൈനായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമോ അത്രത്തോളം ഓഫ്ലൈനായിട്ട് പരീക്ഷ എഴുതണം. ടൈം ബൗണ്ടായിട്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുത്ത് ഏത് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എത്രയും വേഗം നമുക്ക് ആൻസർ കണ്ടുപിടിക്കത്തക്ക രീതിയിൽ അത് നമുക്കിനി കിട്ടിയില്ലെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ 1 മിനിറ്റിനുള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് മാറി ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ്, അത് നമ്മൾ പരീക്ഷയിലൂടെ ഓരോ ചാപ്റ്ററിനെയും കൂടുതലായിട്ട് പഠിക്കാൻ നോക്കണം. ഏതൊരു കുട്ടിക്ക്, ഇപ്പോൾ എത്രത്തോളം സബ്ജക്റ്റ് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചോളം ഇനി ഏക മാർഗം എന്ന് പറയുന്നത് പരീക്ഷയിലൂടെ എത്രത്തോളം പരീക്ഷ എഴുതുമോ. കാരണം നമ്മുടെ മോഡൽ ഷെഡ്യൂൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഏതാണ്ട് 40ഓളം മോഡൽ ഷെഡ്യൂളുകളും അതിൻ്റെ തന്നെ പ്രിപ്പറേറ്ററി മോഡല്, മറ്റ് അതർ ഗ്രൂപ്പുകളുടെ മോഡലുകൾ, അങ്ങനെ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ചോദ്യവും അവയുടെ ഉത്തരങ്ങളിലൂടെയാണ് നമ്മളൊരു കുട്ടിയെ മെയ് 5-ാം തീയതിയിലോട്ട് എത്തിക്കുന്നത്. അപ്പം അദ്ദേഹം കാണാത്ത ഒരു ചോദ്യം പോലും മെയ് 5-ാം തീയതി വരില്ല. അപ്പം അത് ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ രീതിയാണോ ആ എക്സാം സെൻറ്ററിൽ, ആ എക്സാം ഹാളിൽ, ഇപ്പം നമുക്കറിയാം വാച്ച് ഉപയോഗിക്കാനാവില്ല, ഡ്രസ് കോഡ് ഉണ്ടാവും, നമുക്ക് ആഹാരം കഴിക്കുന്ന റെസ്ട്രിക്ഷൻ ഉണ്ട്, നമ്മൾ എക്സാം ഹാളിൽ എത്രയോ നേരത്തെ നമ്മൾ ചെന്ന് ഇരിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്തൊന്നും നമുക്ക് ബുക്കൊന്നും വായിക്കാതെ അരമണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മൾ എക്സാം ഹാളിൽ നേരത്തെ എത്തേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം മെയ് 5-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ പെരുമാറണോ, ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണോ, അതിപ്പോഴേ തുടങ്ങണം. ഏറ്റവും ആരോഗ്യ രീതിയിൽ നീറ്റ് എക്സാമിനെ നമ്മൾ കാണേണ്ടതായിട്ട് ഉണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു ദിവസം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട കാര്യമുണ്ട്. അതിന് ഏറ്റവും നല്ല രീതിയിൽ ഓഫ്ലൈനായിട്ട് പരീക്ഷ എഴുതണം, ടൈം ബൗണ്ട് നോക്കണം, സബ്ജക്റ്റ് ഏറ്റവും ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് ആദ്യം എടുത്ത് പരീക്ഷ എഴുതാം. പക്ഷേ ആ സബ്ജക്റ്റ് നമുക്ക് സമയം കൂടുതൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അടുത്ത സബ്ജക്റ്റിലോട്ട് പോകാൻ നോക്കണം. നമുക്ക് എത്ര ക്വസ്റ്റ്യനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ 30 ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ 100-ൻ്റെയാണ് മോഡലാണെങ്കിൽ, അല്ലെങ്കിൽ 200-ൻ്റെ മോഡലാണെങ്കിലും ആ മുഴുവൻ ചോദ്യങ്ങളും ആ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മുഴുവൻ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. 720 മാർക്ക് നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ചോദ്യത്തിലൂടെയും കടന്നു പോകാനുള്ള സമയം അത് നമ്മൾ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞ പോലെ ചില കുട്ടികളെങ്കിലും പറഞ്ഞതുപോലെ മറ്റൊരു സബ്ജക്റ്റ് എളുപ്പമായിരുന്നു, എനിക്ക് അതിന് സമയം കിട്ടിയില്ല, ആവശ്യത്തിന് സമയം കിട്ടിയില്ല എന്നുള്ള ആ ഒരു വേവലാതി നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ മെയ് 5-ആണ് ഓരോ കുട്ടിയെ സംബന്ധിച്ചുള്ളൂ. അത് 2024 ബോർഡ് എക്സാം എഴുതുന്നവർക്കും അതെ, 2023-ലും 2022-ലും +2 ഒക്കെ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇനി
ഓഫ്ലൈൻ പരീക്ഷകൾ ഒരു ദിവസം എത്രത്തോളം പരീക്ഷ എഴുതാൻ സാധിക്കുമോ? ആര്യ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ നന്ദിത എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ 670 കിട്ടിയ കുട്ടികൾ എന്താണ് ചെയ്തത്, 600 കിട്ടിയ കുട്ടികൾ എന്തായിരിക്കാം ചെയ്തത്? പരീക്ഷകൾ എഴുതുക. ഇപ്പം നമ്മൾ ഓരോ മെഡിക്കൽ കോളേജിൽ ചെന്ന കുട്ടികൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ മോഡൽ എക്സാമുകളും ഓരോ ദിവസവും അവർ 400 ക്വസ്റ്റ്യനും 500 ക്വസ്റ്റ്യനും അവർ ചെയ്യാൻ തയ്യാറായി. ഇതെല്ലാം കാണാതെ പഠിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. പക്ഷേ ആ ടൈം ബൗണ്ട് ആയിട്ട് ആ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പരീക്ഷ എഴുതാനുള്ള ഒരു തൻ്റെ ഇടം കാണിച്ചവർ ഓരോ ദിവസവും. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി ടാർഗറ്റ് സെറ്റ് ചെയ്യുക, എത്രത്തോളം പരീക്ഷകളിലൂടെ കടന്നു പോകാൻ സാധിക്കുമോ അത്രത്തോളം പരീക്ഷകളിലൂടെ കടന്നു പോവുക. അങ്ങനെ ഓരോ ചാപ്റ്ററിനെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മെയ് 5-ാം തീയതി ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ ഏറ്റവും പ്ലസൻ്റ് ആയിട്ട് അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. 2 മണി മുതൽ 5:20 വരെയുള്ള എക്സാം ടൈമിൽ തന്നെ നമ്മളെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ആരോഗ്യമായിട്ട് ചെയ്യണം. ഒരു കാരണവശാലും മറ്റൊരാളുടെ മാർക്കോ മറ്റൊരാളുമായിട്ട് എക്സാമിൻ്റെ ഭാവിയെപ്പറ്റി സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങളെല്ലാം കൂട്ടുകാരുകളുമായിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ നമ്മുടെ നീറ്റിൻ്റെ ഭാവിയെപ്പറ്റി, അല്ലെങ്കിൽ നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ മാർക്ക് കിട്ടി എന്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, മറ്റൊരാളുടെ റാങ്കിനെക്കുറിച്ചോ മാർക്കിനെക്കുറിച്ചോ ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ശ്രദ്ധ എത്രത്തോളം നമ്മൾ നമ്മുടെ എക്സാമിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ ആ രീതിയിലിട്ട് നമ്മളൊന്ന് മാറേണ്ടതായിട്ടുണ്ട്. അതിന് രക്ഷകർത്താക്കൾ അവരെ സഹായിക്കുകയും ചെയ്യണം. ബ്രില്യൻ ടീം, എൻ്റയർ ബ്രില്യൻ ടീം, ഫാക്കൽറ്റി ആണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫുകളാണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും കോർഡിനേറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും അവർ ആ രീതിയിലോട്ട് മാറുകയാണ്. അപ്പോൾ ഇന്ന് ശിവൻ സാറ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യത്തിൽ മെൻഷൻ ചെയ്തൊരു വലിയ കാര്യമുണ്ട്. MBBS സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളെല്ലാവരും 21 ലക്ഷം വിദ്യാർത്ഥികളോടൊപ്പം മത്സരിക്കുന്നു. 25,000 പേരിലേക്ക് ആണ്, അതിലൊരാളായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തേണ്ടത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ, അഡ്മിഷൻ, അല്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കാറ്റഗറി ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ ചാപ്റ്ററുകൾ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങളെല്ലാം ഒരുമയോടെ അല്ലെങ്കിൽ ഒരേപോലെ ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ, നമ്മുടെ സ്വപ്നം സാധ്യമാണ്. അതിനൊപ്പം ശിവൻ സാറുണ്ട്. അതാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിരവധി സംശയങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു സംശയങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ശിവൻ സാറിനൊപ്പം കൃത്യമായ മറുപടി എന്ന് പറയുന്ന പ്രോഗ്രാമുമായി എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണിക്ക് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.